ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ പഠിച്ചു തുടങ്ങിയാലോ. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കൺവേർട്ട് 240 ഡിഗ്രി ഇൻറ്റു റേഡിയൻ മെഷർ. മക്കളെ, 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി എന്ന് പറഞ്ഞാലോ പൈ ബൈ 180 റേഡിയൻ. അപ്പോൾ 240 ഡിഗ്രിയോ 240 ഇൻറ്റു പൈ ബൈ 180, അത്രയും റേഡിയൻ. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 0 കട്ടായി പോയി. 24/18. 24നെ 18 നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? 24 എത്ര 6 4 4 6 1 2 6 4 4. ഓക്കെ, റെഡിയാണ്. 18 എത്ര 6 3. സോ 4π/3 റേഡിയൻ കിട്ടി. 4π/3 റേഡിയൻ ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കുക. കൺവേർട്ട് 2π/3 റേഡിയൻസ് ഇൻറ്റു ഡിഗ്രി മെഷർ. നേരെ തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ. പൈക്ക് പകരം 180 കൊടുത്താൽ മതി. 2 × 180 ഡിവൈഡ് ബൈ 3. 180/3 60 ആണ്. സോ 2 × 60 120 ഡിഗ്രി. 120 ഡിഗ്രി. ഞാൻ ഈ കസാര എന്ന് ഒഴിവാക്കാം. കസാര സുഖമല്ല, ഒരു എനർജി അങ്ങോട്ട് കിട്ടുന്നില്ല. യെസ്, ഇനി ശ്രദ്ധിക്കുക. ദ വാല്യൂ ഓഫ് സൈൻ 30 ഇസ് ഈക്വൽ ടു, സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എല്ലാം പഠിക്കണം എന്ന് മനസ്സിലായല്ലോ. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എല്ലാം തന്നെ പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, ദ വാല്യൂ ഓഫ് കോസ് ഓഫ് -1710 ഡിഗ്രി, അതായത് 1710 ഡിഗ്രി. സിമ്പിൾ ആണ്. കോസ് ഓഫ് -x എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോസ് ഓഫ് 1710 കണ്ടുപിടിച്ചാൽ മതി. മൈനസ് നോക്കണ്ട, 1710. അതിന് ഏറ്റവും എളുപ്പം വഴി എന്ന് പറഞ്ഞാൽ 1710 എന്ന് പറഞ്ഞാൽ എത്ര 360, അതിൽ എത്ര 360 ഉണ്ട് നോക്കുക. ഇപ്പോൾ ഒരു 5 360 എടുക്കുകയാണെങ്കിൽ 360 × 5 5 0 0 6 5 5 30 ബാക്കി 3 3 5 5 3 18 1800 ആയിപ്പോയി. അപ്പോൾ 5 എണ്ണമല്ല 4 എണ്ണം ഉണ്ടാവുമോ? 4 360 ഉണ്ടാവുമോ? 360 × 4 36 × 4 ചെയ്താൽ മതി. 4 6 1 2 24 4 2 3 4 14 144. അപ്പോൾ കോസ് ഓഫ് 360 × 4 4 എണ്ണം ഉണ്ട്. അപ്പോൾ 1440 വരിക. 360 × 4 ചെയ്യുമ്പോൾ 4 6 24 2 3 4 യെസ് 1440. അതിനോട് എത്ര കൂട്ടിയാൽ 1710 കിട്ടുക? 1440നോട് എത്ര കൂട്ടിയാൽ 1710 കിട്ടുക? സോ 360 × 4 എന്ന് പറഞ്ഞാൽ 1440. അതിനോട് എത്ര കൂട്ടണം? ബാക്കി ആ ഡിഫറൻസ് കൂട്ടണം. 1410 എത്ര കൂട്ടിയാൽ 1710 കിട്ടുക? 1740 കിട്ടണേ 300 ആഡ് ചെയ്യണം. ഇവിടെ 300 വേണ്ട, 30 കുറച്ചാൽ മതി. 300 30 കുറച്ചാൽ 270 അല്ലേ? നമുക്കറിയാം 2nπ ഇങ്ങനെ എന്ത് റിപ്പീറ്റ് ചെയ്യും? കോസിന്റെ വാല്യൂസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. 360 വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എത്ര വരിക? കോസ് 370. ഒരു മിനിറ്റ്, കോസ് 370 ഇത് 2nπ. അപ്പോൾ കോസ് 270 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. കോസ് ഓഫ് 270 ആണ് എത്രയാ? 180 + 90 അല്ലേ? 180 + 90. കോസ് ഓഫ് 180 + 90 എത്രയാ? 180 പ്ലസ് ആയതുകൊണ്ട് തന്നെ തേർഡ് ക്വാഡ്രന്റിലാണ് വരിക. ഓൾ സ്റ്റുഡൻസ് ടേക്ക് ടാൻ എന്താണ്? ടാൻ പോസിറ്റീവ് ആണ് അല്ലേ? ടാൻ മാത്രമാണ് നമ്മുടെ പോസിറ്റീവ്. അപ്പോൾ 180 + 90 എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് വരും. മൈനസ്, പിന്നെ അവിടെ ടാൻ മാത്രമാണ് പോസിറ്റീവ്. അപ്പോൾ മൈനസ് കോസ് 90. കോസ് 90 എത്രയാ? 0 1 0 1 0 0 ആണ്. അപ്പോൾ -0 0 കിട്ടിയ ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ. പല കുട്ടികളും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മൈനസ് ആണ് ഇവിടെ പുറത്തെടുത്തത്, ഈ മൈനസ് ആണെന്ന്. അല്ല, ഈ മൈനസ് കോസ് ഓഫ് -x എന്ന് പറഞ്ഞാൽ അത് പോയി, അത് മൈനസ് പിന്നെ വേണ്ട. പക്ഷെ പിന്നെ നമ്മൾ വരുമ്പോൾ കോസ് ഓഫ് 180 + 90 വരുന്ന സമയത്ത് തേർഡ് ക്വാഡ്രന്റാണെന്ന് മനസ്സിലാവും. ഓൾ സ്റ്റുഡൻസ് ടേക്ക് ടാനും അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോട്ടും മാത്രമാണ് അവിടെ പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് മൈനസ് വന്നത്. പക്ഷേ 0 ആണ് കിട്ടുന്നത്. കോസ് 90 ആണ് 0. അപ്പോൾ പിന്നെ മൈനസിന് അവിടെ പ്രസക്തി ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കുക. കോസ് x = -3/5 ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൈൻ നോക്കണ്ട, തേർഡ് ക്വാഡ്രന്റ് ആണ് നോക്കുക. തേർഡ് ക്വാഡ്രന്റിൽ ഓൾ സ്റ്റുഡൻസ് ടേക്ക് ടാനും അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോട്ടും മാത്രമേ പോസിറ്റീവ് ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി നോക്കുക. ഇതാണ് എക്സ് എന്ന് വിചാരിക്കുക. ഇത് 90 ഡിഗ്രി. ഓക്കെ, കോസ് എക്സ് എന്താ? 3/5. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് 3 ആണ്, ഹൈപ്പോട്ടനസ് 5 ആണ്. ഓക്കെ, അങ്ങനെ വെച്ചാൽ ആ ഹൈറ്റ് എത്ര വരും? √5² / -3². 25 - 9 √16 അഥവാ 4 വരും. ഇത് 4 വരും. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ? സൈൻ എക്സ്. ഫസ്റ്റ് സൈൻ എക്സ് കണ്ടുപിടിക്കണം. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസാണ്. അപ്പോൾ സൈൻ എക്സ് ഓപ്പോസിറ്റ് എന്താ? 4 ആണ്. ഹൈപ്പോട്ടനസ് എന്താ? 5 ആണ്. 4/5. പക്ഷേ തേർഡ് ക്വാഡ്രന്റിലാണ്, അതുകൊണ്ട് തന്നെ നെഗറ്റീവ്, -4/5 വരും. പിന്നെ ടാൻ എക്സ് എന്താ? ടാൻ എക്സ് പോസിറ്റീവ് ആണ്, കാരണം ഓൾ സ്റ്റുഡൻസ് ടേക്ക് മൂന്നാമത്തെ ക്വാഡ്രന്റിൽ ടേക്ക് ടാൻ പോസിറ്റീവ് ആണ്. അപ്പോൾ എന്താ? 4/3. സീക്ക് എക്സ് എന്താ? സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് കോസിന്റെ റെസിപ്രോക്കലാണ്. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ എന്താ? അഡ്ജസൻറ്റ് ബൈ ഇതായിരുന്നു -3/5. അതിൻ്റെ റെസിപ്രോക്കൽ വരുമ്പോൾ -5/3. കോസിന്റെ നേരെ റെസിപ്രോക്കൽ തലയിരിച്ച് എഴുതിയാൽ മതി. കോസിനെ തലയിരിച്ച് എഴുതിയാൽ സീക്കായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 31π ഡിവൈഡഡ് ബൈ 3. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ അറിയോ? സൈൻ ഓഫ് 31/3 മക്കൾ കണ്ടുപിടിക്കുക. 31/3 എത്ര വരും?
3 3 1 ഒരു 3 3 0 പിന്നെ 34 എത്രയാ 1 1 3 0 0 0 1 10 3 പോയിന്റ് ഉണ്ടാ ഐ മീൻ റിമൈൻഡർ കിട്ടുന്നവർ എഴുതിയാൽ മതി അപ്പോൾ 10 3/1 കിട്ടി. അപ്പോൾ എന്താ വരിക ഇതിനെങ്ങനെ മാറ്റിയാൽ 31/3 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം 10 + 1/3 എഴുതാം 10 + 1/3 അല്ലേ 331/3 യെസ്. അപ്പോൾ 31/3 പകരം സൈൻ ഓഫ് 31/3 പകരം നമുക്ക് 10 + 1/3 എഴുതാം. അതേ ഇൻറ്റു പൈ അല്ലേ അതേ ഇൻറ്റു പൈ. അപ്പോൾ എന്ത് വന്നു സൈൻ ഓഫ് പൈ ഉള്ളിലോട്ട് കൊടുത്താൽ 10π പ്ലസ് പിന്നെ പൈ ഇൻറ്റു 1/3 π/3 സൈൻ ഓഫ് 10π + π/3 വന്നു. ദാറ്റ് ഈസ് സൈൻ 10π പ്ലസ് എന്ന് പറയുമ്പോൾ സൈൻ്റെ വാല്യൂ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എത്രയാ സൈൻ π/3 സൈൻ π/3 180/3 60 അല്ലേ 60 180/3 60 ആണ്. അപ്പോൾ സൈൻ 60 എത്രയാ √3/2 √3/2 ഇസ് ദ റൈറ്റ് ആൻസർ. കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. പ്രൂവ് ദാറ്റ് sin x + cos x ഹോൾ സ്ക്വയർ = 1 + sin 2x sin x + cos x ഹോൾ സ്ക്വയർ a + b ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുലയാണ്. അപ്പോൾ എന്താ a² + sin² x + b² cos² x പ്ലസ് 2 × a × b 2 × a × b എന്ന് പറയുമ്പോൾ 2 × sin x cos x. ഓക്കെ sin² x + cos² x എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് 2 sin x cos x എന്ന് പറഞ്ഞാൽ 2 sin x cos x എന്ന് പറഞ്ഞാൽ sin 2x ആണ്. അപ്പോൾ 1 + sin 2x എന്ന് കിട്ടി. പ്രൂവ് ചെയ്തു. കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞു. സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ഷോ ദാറ്റ് tan 3x × tan 2x × tan x = tan 3x - tan 2x - tan x. സിമ്പിൾ ആണ്. നിങ്ങൾ tan 3x എങ്ങനെ എഴുതാം tan 3x = tan of 2x - x എന്ന് എഴുതാം 2x + x എന്ന് എഴുതാം. tan of x + y ഇക്വേഷൻ എന്താ tan x + tan y. അപ്പോൾ tan 2x + tan x ഡിവൈഡഡ് ബൈ 1 - tan x × tan y. അപ്പോൾ 1 - tan 2x × tan x എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ മിഡിലുള്ള സാധനം കൂടെ ഒഴിവാക്കി കളയാം. അപ്പോൾ എന്താ tan 3x ആണിത് അല്ലേ tan 3x ആണിത്. അപ്പോൾ ഇവിടെയുള്ള ഡിവൈഡഡ് ബൈ ഈ സാധനം ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ ഇൻറ്റു ആയിട്ട് മാറും. ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി tan 3x ഉണ്ട്. അതേ ഇൻറ്റു അടിയിലുള്ള ഡിവൈഡ് ബൈ അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആയിട്ട് മാറി. ഇൻറ്റു 1 - tan 2x tan x അല്ലേ യെസ് വിച്ച് ഇസ് ഈക്വൽ ടു RHSൽ എന്താ ബാക്കി ഉണ്ടാവുക ഇത് മാത്രം ബാക്കി ഉണ്ടാവും tan 2x + tan x ബാക്കി ഉണ്ടാവും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ tan 3x × 1 tan 3x പിന്നെ മൈനസ് ഇടാം. പിന്നെ tan 3x × ഇത് എന്താ tan 3x × tan 2x × tan x ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്താ tan 2x + tan x. നമുക്ക് എന്താ കിട്ടേണ്ടത് നമുക്ക് കിട്ടേണ്ടത് tan 3x × tan 2x × tan x ആണ്. അതായത് ഇത് മാത്രമായിട്ട് കിട്ടണം. അപ്പോൾ ഇത് മൈനസ് അല്ലേ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ അപ്പുറത്തെ സൈഡിൽ എന്ത് മാത്രം വരും tan 3x tan 2x tan x ഒരു സൈഡിൽ മാത്രം വരും കാരണം മൈനസ് ആണല്ലോ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ പ്ലസ് ആയി. പിന്നെ അപ്പുറത്തുള്ള ഇവന്മാരെ രണ്ടാൾക്കാരും കൂടെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. ഇപ്പുറത്ത് ഓൾറെഡി ആരുണ്ട് tan 3x ഉണ്ട്. അതിൻ്റെ അടുത്തോടേക്ക് നമ്മൾ പ്ലസ് tan 2x കൊണ്ടുവന്നാൽ മൈനസ് tan 2x ആയി. അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പ്ലസ് tan x കൊണ്ടുവന്നാൽ അത് മൈനസ് tan x ആയി. പ്രൂവ് ചെയ്തില്ലേ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി പരിപാടി കഴിഞ്ഞു. സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കുക. ഷോ ദാറ്റ് sin 5x + sin 3x ഹോൾ ഡിവൈഡ് ബൈ cos 5x + cos 3x = tan 4x. മക്കളെ ഇക്വേഷൻ എന്താ പിടിച്ചോ sin x + sin y എന്ന് പറഞ്ഞാൽ 2 sin x + y/2 cos x - y/2 ആണ്. ഇനി അതേപോലെ cos x + cos y എന്ന് പറഞ്ഞാൽ 2 cos x + y/2 cos x - y/2 ആണ്. അതിനാണ് നമ്മുടെ ക്വസ്റ്റൻ എന്താ വരിക മേലുള്ളത് sin x + sin y എന്നുള്ള ഫോർമാറ്റിലാണ്. ഓക്കെ അപ്പോൾ എന്താ വരിക 2 × sin x + y/2 5x + 3x 8x 8x/2 4x അപ്പോൾ 2 sin 4x. പിന്നെ cos x - y/2 5x - 3x 2x 2x/2 x. താഴെയോ cos 5x + cos 3x cos x + cos y എന്നുള്ള ഫോർമാറ്റിലാണ്. അതെന്താ 2 cos x + y/2 അപ്പോൾ എന്താ വരിക 2 cos x + y/2 എന്ന് പറയുമ്പോൾ 5x + 3x 8x/2 4x. പിന്നെ cos x - y/2 cos x - y/2 എന്ന് പറയുമ്പോൾ എന്താ വരിക 5x - 3x 2x 2x/2 x. ഓക്കെ അതിൽ 2ഉം 2ഉം കട്ടായി cos x ഉം cos x ഉം കട്ടായി. പിന്നെ എന്താ വരിക sin 4x / cos 4x sin of same angle / cos of same angle എന്ന് പറഞ്ഞാൽ tan of same angle വരിക sin / cos tan അപ്പോൾ tan 4x വരും. കഴിഞ്ഞു ക്ലിയർ ആണല്ലോ. ഓക്കെ നെക്സ്റ്റ് sin 15 = sin 15 എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം
സൈൻ 15 എനിക്ക് എങ്ങനെ മാറ്റിയിടും മക്കളെ? സൈൻ 15 എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് 45 മൈനസ് 30 ആണ്. സൈൻ ഓഫ് 45 മൈനസ് 30. സൈൻ ഓഫ് എക്സ് മൈനസ് വൈൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. സൈൻ ഓഫ് എക്സ് മൈനസ് വൈ സിക്കൽ എന്താ? സൈൻ എക്സ് കോസ് വൈ. സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ ആണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? സൈൻ 45 കോസ് 30 മൈനസ് നേരെ തിരിച്ച് കോസ് 45 സൈൻ 30. സൈൻ 45 എത്രയാ? 1/√2. കോസ് 30 എത്രയാ? √3/2 മൈനസ് കോസ് 45 എത്രയാ? 1/√2 ഇൻറ്റു സൈൻ 30 എത്രയാ? 1/2. സോ 1/2 ഇൻറ്റു √3/2 എന്ന് പറയുമ്പം 1 ഇൻറ്റു √3 √3, പിന്നെ 2 ഇൻറ്റു √2 2√2 മൈനസ് 1 ഇൻറ്റു 1 1 ഡിവൈഡ് ബൈ √2 ഇൻറ്റു 2 2√2. ഡിനോമിനേറ്റർ കോമൺ ആണ്, സോ സെയിം ഡിനോമിനേറ്റർ ആൻസർ എഴുതി. പിന്നെ ന്യൂമറേറ്റർ രണ്ടും തമ്മിൽ മൈനസ് ചെയ്തു. √3 - 1 കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. സോ 10 മിനിറ്റിൽ 10 ക്വസ്റ്റ്യൻ പഠിച്ചു. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് പഠിച്ചു. 10 ക്വസ്റ്റ്യൻസ് അവിടെയായി. സെറ്റാണല്ലോ. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാൻ നല്ലപോലെ സാധ്യതയുണ്ട്. സോ കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടേ പോകാവും. പിന്നെ ട്രിഗ്നോമെട്രിക് ഇഷ്യൂസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സൈൻ 30 അല്ലെങ്കിൽ കോസ് 60 ഇതൊക്കെ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. നല്ലോണം പഠിച്ചു പോയിക്കോളൂ മക്കളെ. ദാറ്റ്സ് ഓൾ. ബൈ.